ഇതേനും കഴിഞ്ഞില്ലേ? എന്നാലും അവനാരാ? ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എടാ, നല്ല വിശപ്പല്ലേ, നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചാലോ? എടാ, ഇവനിതെവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ, അപ്പൊ ഇതാണല്ലേ കാര്യം. ലിയ വേറൊരു പയ്യനോട് സംസാരിക്കുന്ന ഇവന് തീരെ പിടിക്കുന്നില്ലാന്ന് തോന്നല്ലോ. എടാ, നീ ഇതിവിടെ വന്ന് നിക്കുവാണോ? നീ എപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്? എടാ, അത് പിന്നെ ഞാൻ നിന്നെ നോക്കി വരുമായിരുന്നു, പെട്ടെന്ന് ഇവിടെ. മതി നീ ഉരുണ്ട് കളിച്ചത്. വാ, നമുക്കൊന്ന് ക്യാൻറ്റീനിലോട്ടേക്ക് പോവാം. ക്യാൻറ്റീനിലോ? നീയല്ലേടെ കുറച്ചു മുമ്പ് ഒരു പഫ്സ് ലൈമും കയറ്റിയത്, അപ്പോഴേക്കും നിനക്ക് വിശന്നോ? ആ, അതുകൊണ്ട് എന്താവാനാ, എനിക്കിപ്പോ വിശക്കുന്നു. നീ വരുന്നുണ്ടെങ്കിൽ വാ. ഏയ്, ഞാനൊന്നും ഇല്ലടാ, നീ പോയിക്കോ, എനിക്കിങ്ങും വയ്യ. എന്നാ പിന്നെ നമുക്കൊന്ന് ക്യാൻറ്റീൻ വരെ പോയിട്ട് വന്നാലോ? ഏയ്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് ഒരു ജ്യൂസോ ഐസ്ക്രീമോ എന്തെങ്കിലും കഴിച്ചിട്ട് വരാനേ. ആടാ, എന്നാ പോവാം. ഇത്രയും നേരം നീ വരില്ലെന്നല്ലേ പറഞ്ഞേ? പെട്ടെന്ന് എന്തോ ഒരു മനമാറ്റം. ആ, കുറച്ച് സമയം കഴിഞ്ഞാ പിന്നെയൊന്നും എനിക്ക് വിശന്ന എനിക്ക് വരാൻ വയ്യ, അതുകൊണ്ട് ഇപ്പൊ തന്നെ പോവാം. അങ്ങനെ വൈക്ക് വാ. എടാ, നിനക്കെന്താ വേണ്ടേ? ഏയ്, എനിക്കൊന്നും വേണ്ടടാ, എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോ. ആണോ? വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം. ചേട്ടാ, 2 വട. എടാ, 2 ആർക്കാ? എനിക്ക് വേണ്ട, നിനക്ക് മാത്രം പോരെ? അതിനാരാ നിനക്ക് മേടിച്ചു തരുന്നേ? 2 വടയും എനിക്ക് കഴിക്കാനുള്ളതാ. ഓ, ഇങ്ങനൊരു തീച്ചിപ്രാന്തൻ. എന്തായാലും നിനക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? പിന്നെ ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കണ്ടേ, അതുകൊണ്ടാ ഞാൻ കഴിക്കുന്നേ. ഓ, അല്ലെങ്കിൽ സാധാരണ നീ ഒട്ടും കഴിക്കാറില്ലല്ലോ. അത് പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുറച്ചൊന്ന് കഴിച്ചൊന്ന് വരും. അതിനിപ്പോ എന്താ, മനുഷ്യനല്ലേ, ഇതൊക്കെ സർവ്വസാധാരണയല്ലേ. മതി മതി നിന്റെ പ്രസംഗം, വേഗം കഴിച്ചു തീർക്കാൻ നോക്ക്. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ കഴിച്ചു ചെയ്യും. ഇവൻ എന്തിനാ എന്നെങ്ങനെ നോക്കുന്നേ? ഇവന്റെ നോട്ടത്ര ശരിയല്ലല്ലോ. ലിയ, നമുക്കെന്നാ 2 ഐസ്ക്രീം കഴിച്ചാലോ? ഇവനിങ്ങനെ എന്നെ നോക്കുമ്പോ ഞാനിങ്ങനെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിക്കുക. കഴിച്ചോ, അവൻ സ്നേഹത്തോടെ തരുന്നതല്ലേ. ഏയ്, എനിക്ക് വേണ്ട ജയ്സ, നീ കഴിച്ചോ. ഏയ്, അങ്ങനെ പറഞ്ഞാ പറ്റില്ല, നീ ഒന്ന് കഴിക്ക്. ഞാൻ 2 ഐസ്ക്രീമിന് പറയുവാണേ. പറഞ്ഞോ. നിനക്ക് സ്ട്രോബെറി ഫ്ലേവർ ആണ് ഇഷ്ടം? ആ, അത് പിന്നെ എനിക്കും സ്ട്രോബെറി ഫ്ലേവർ ആണ് ഇഷ്ടം. അതെ, നിനക്കോ? ആ, അതെ, എനിക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടം. ഹലോ, നിന്നോടാ ചോദിച്ചേ, നിനക്ക് സ്ട്രോബെറി ഫ്ലേവർ ആണ് ഇഷ്ടം? ആ, അതെ, എനിക്കതാ ഇഷ്ടം. എടാ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. എന്നാ പിന്നെ നമുക്ക് ക്ലാസ്സിലോട്ടേക്ക് വിട്ടാലോ? ആടാ, നീ നടന്നോ, ഞാൻ വന്നോളാം. അല്ല, നീയും കൂടി വാ. നിനക്കെന്താ ഇവിടെ പരിപാടി? എടാ, അത് പിന്നെ എനിക്കിവിടെ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വേഗം വന്നോളാം. നീ നടന്നോ? ശരി, എന്നാ പിന്നെ ഞാൻ ക്ലാസ്സിലുണ്ടാവും കേട്ടോ. ആടാ, ശരി. ഇവര് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ലിയ, ഇവനാരാ? ഇവനെന്തിനാണാവോ എന്നെ ഇപ്പൊ ഇങ്ങനെ നോക്കുന്നേ? എന്താ അലക്സ്, ഒന്നും മിണ്ടാത്തെ? എന്തിനെന്നെ വിളിച്ചേ? അത് പിന്നെ എന്നോട് സാറ് തന്നെ ഒന്ന് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞായിരുന്നു. സ്റ്റാഫ് റൂമിലേക്കോ? അതെന്തിനാ സാർ ഇപ്പൊ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കുന്നേ? അതൊന്നും എനിക്കറിയത്തില്ല, എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നാ വാ, പോവാം. അല്ല ലിയ, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ, അലക്സ്. ആണോ? ഹായ് അലക്സ്, ഐ എം ജേസൺ. ഹായ് ലിയ, സമയമില്ല, വേഗം വാ. വരുവാ. എന്നാ ശരി ജയ്സ, ഞാൻ പോവാട്ടോ. ശരി, പിന്നെ കാണാം. എന്നാലും അവനാരാ? ഭയങ്കര റൂഡായിട്ടാണല്ലോ സംസാരമൊക്കെ. സ്റ്റാഫ് റൂം അങ്ങോട്ടേക്കല്ലോ, ഈ വൈക്കല്ലേ? സ്റ്റാഫ് റൂമിലോട്ടല്ല, നമ്മുടെ ക്ലാസ്സിലോട്ടേക്കാ പോകുന്നത്. ക്ലാസ്സിലോട്ടോ? നീയല്ലേ പറഞ്ഞ സ്റ്റാഫ് റൂമിലെ സാറ് വിളിക്കുന്നുണ്ടെന്ന്?
അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, നീ വേഗം ക്ലാസ്സിലോട്ടേക്ക് വാ. ഇവനിതെന്ത് പറ്റി? ഇവനെന്തിനാ ഇങ്ങനെ റൂഡായി സംസാരിക്കുന്നേ? ഇതിനു മുമ്പ് എന്നോട് ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. എടാ അങ്ങോട്ടേക്ക് നീങ്ങിയിരുന്നേ. നീ ഇങ്ങോട്ടേക്ക് കയറിയിരി, നീയല്ലേ ഇവിടെ ഇരിക്കാറ്. നീ പറയുന്ന കേക്ക്, കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്ക്, ഞാനൊന്ന് ഇവിടെ ഇരിക്കട്ടെ. ഇവനിതെന്ത് പറ്റി? അലക്സ് ആകെ മൊത്തം നല്ല ചൂടാണല്ലോ. ഇത്രയും നേരം ആ നല്ല കൂളായിട്ടല്ലേ ഉണ്ടായത്. അവനും നീയും ഒരുമിച്ച് ക്ലാസ്സിലോട്ടേക്ക് വന്നത്. അപ്പം മുതൽ അവന്റെ ഫേസ് ആകെ ഒരു ഡള്ളായ പോലെ ഉണ്ടല്ലോ. ഇതിന്റെ പിന്നില് വേറെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടാവോ? എനിക്കെന്തോ അവനെയും എന്തോ അടി ഉണ്ടായിന്നാ തോന്നുന്നേ. അടി ഉണ്ടാവാനോ? അടി ഉണ്ടാവാൻ മാത്രം അവർ അത്രയ്ക്ക് ക്ലോസ് ആയോ? ആ പറയാൻ പറ്റില്ല, ചിലപ്പോ ആയി കാണും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും അലിയക്ക് നല്ലതിനല്ല. ഇതിപ്പോ അവരടിയായത് എന്തുകൊണ്ട് നന്നായി. ഇനിയിപ്പോ അവരടിയായിന്നല്ല, ഇനി അവർക്ക് രണ്ടുപേർക്കും ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആക്കി എടുക്കും ഈ സാൻഡ്ര. അതെങ്ങനെ? നിനക്കറിയാലോ എന്ത് കാര്യത്തിലും ഈ സാൻഡ്രക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഈ കാര്യത്തിലും എനിക്ക് വ്യക്തമായ ഒരു പ്ലാൻ തന്നെ ഉണ്ട്. അതൊക്കെ നിനക്ക് വയ്യ മനസ്സിലാവും. എന്നാലും അവനെന്തിനാ ഞാൻ ആരെന്നൊക്കെ അറിഞ്ഞിട്ട്? എനിക്കെന്തോ അവനെ തീരെ പിടിക്കുന്നില്ല. അവന്റെ ഒരു സംസാരവും ഒരു ഇളിയും. ഡാ നിനക്കെന്താ പറ്റിയേ? വന്ന് കേറിയ മുതൽ ഞാൻ ശ്രദ്ധിക്കുവാണല്ലോ. എനിക്കൊന്നുമില്ലാടോ. അത് നീ പറയണ്ട. ലിയ വേറൊരു പയ്യനോട് സംസാരിക്കുന്നത് കണ്ടപ്പോ മുതലേ നിന്റെ ഫേസ് ഞാൻ ശ്രദ്ധിക്കുന്നതാ. നീ ആകെ മൊത്തം ഡെസ്പായ പോലെയാ എനിക്ക് ഫീൽ ചെയ്തത്. എന്തോ നിനക്ക് പൊസസീവ് അടിച്ചതുപോലെയൊക്കെ എനിക്ക് തോന്നി. അത് നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും, അങ്ങനൊന്നുമില്ല. എടാ നീ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട. നീ എന്റെ അടുത്തൊന്ന് എത്ര ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കുന്ന നിനക്കറിയാലോ. എടാ അങ്ങനൊന്നില്ല, നീ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. എടാ ഇപ്പൊ നിനക്ക് ഈ കാര്യം എന്നോട് പറയാൻ ചെറിയൊരു മടി കാണും. പയ്യെ പയ്യെ നീ തന്നെ എല്ലാം എന്നോട് വന്ന് പറഞ്ഞോളൂ. ഇനിയിപ്പോ ഇവൻ പറഞ്ഞതുപോലെ എനിക്ക് പൊസസീവ് ആണോ? ചിലപ്പായിരിക്കും. എനിക്ക് ലിയനോട് ഇഷ്ടമുള്ള കാര്യം ഇവനോട് പറയണോ? എന്തോ എനിക്ക് പറയാൻ തോന്നുന്നില്ല. ചിലപ്പോ ലിയക്കന് ഇഷ്ടമില്ലെങ്കിൽ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാത്തിനും ഒരു ദിവസം വരും, അപ്പൊ പറയാം എല്ലാം. എന്തായാലും അലക്സിന് എന്താ പറ്റേ? അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലെ ഇല്ലല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും റൂഡായി അവൻ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ട് കൂടിയില്ല. പെട്ടെന്ന് ഇതെന്ത് പറ്റി? നീയും അലക്സും വന്ന് കേറി മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. രണ്ടുപേരും ആകെ മൊത്തം ഡെസ്പാണല്ലോ. എന്ത് പറ്റി? എനിക്കറിയില്ല. ഞാനും ജേസനും പുറത്തുനിന്ന് സംസാരിക്കുമ്പോ അലക്സ് എന്നെ ഒരുമാതിരി നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാ. പിന്നെ ഞാനും അവനും കൂടി ക്യാൻറ്റീനിലോട്ടേക്ക് വന്നപ്പോ അവിടെ ജാക്കും അലക്സ് ഉണ്ടായിരുന്നു. അവിടുന്നും അവൻ എന്നെ ഒരുമാതിരി നോക്കിയത്. പിന്നെ അത് പിന്നെ എന്നോട് സാർ തന്നെ ഒന്ന് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചോണ്ടാവാൻ പറഞ്ഞായിരുന്നു. സ്റ്റാഫ് റൂമിലേക്കോ? അതെന്തിനാ സാർ ഇപ്പൊ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കുന്നേ? അതൊന്നും എനിക്കറിയത്തില്ല. എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നാ വാ പോവാം. ഇതാ സംഭവം. പിന്നെന്താ അവനെ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണല്ലേ കാര്യങ്ങള്. അപ്പൊ ഇത് മറ്റേത് തന്നെ. മറ്റേതോ? എന്താ പറ്റിയത്? പൊട്ടി, അവന് നിന്നോട് പൊസസീവ്. അങ്ങനൊക്കെ ഉണ്ടാവോ? എന്തായാലും കാണും. അല്ലാതെ നീ വേറൊരു പയ്യനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവൻ നിന്നെ വിളിച്ച് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതില്ല. എന്നാലും പൊട്ടിക്കാളി, നീയും ജെയ്സണും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ അലക്സ് നിന്നെ വിളിച്ചോണ്ട് വന്നത്? അതെ. അതിനിപ്പോ എന്താ? അതായത് നീ വേറൊരു പയ്യനോട് സംസാരിക്കുന്നത് അലക്സിന് തീരെ പിടിക്കുന്നില്ല. അതിനർത്ഥം അവന് നിന്നോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നല്ലേ? അങ്ങനൊക്കെ ഉണ്ടാവോ? എനിക്കെന്തോ അങ്ങനെ തോന്നുന്നേ. ഇനിയിപ്പോ ഇവള് പറഞ്ഞതിലും എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവൻ എന്താ എന്നോട് പറയാൻ ഇത്ര മടി? അവനതിനോട് തുറന്ന് പറഞ്ഞൂടെ? അലക്സ് ഒന്നവിടെ നിക്കോ? എന്താ അലക്സ്, നിനക്കെന്താ പറ്റി? നിന്റെ ഫേസ് എന്താ പെട്ടെന്നാകെ ഡള്ളായ പോലെ? അങ്ങനെ തോന്നിയോ? തോന്നിയോടാണല്ലോ ചോദിച്ചേ. ആണോ? എന്നാ പിന്നെ അത് തനിക്ക് തോന്നിയതായിരിക്കും. അല്ല, അങ്ങനെയാണ്
എങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ ക്യാൻറ്റീന്ന് ചേച്ചിനോട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ വിളിച്ചോണ്ട് വന്നേ? ഓ, ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എന്നാ പിന്നെ ചെല്ല്, പോയി അവനോട് സംസാരിച്ചോ. ഞാനിനി വിളിക്കാനൊന്നും വരില്ല, പോരെ? ആ അത് പിന്നെ അതല്ലല്ലോ എന്റെ പ്രശ്നം. പിന്നെന്താ തന്റെ പ്രശ്നം? ആ അത് പിന്നെ നീ എന്നെ സാറ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ചോണ്ട് പോയേ? പിന്നെ എന്തിനാ നീ നേരെ ക്ലാസ്സിലോട്ടേക്ക് പോയേ? അതിന്റെ റീസണാ എനിക്കറിയണ്ടേ. ഇപ്പൊ എനിക്ക് അതൊന്നും പറയാൻ താല്പര്യമില്ല. ഓ, താല്പര്യമില്ലെങ്കിൽ പറയണ്ട. വലിയ ജാട. അല്ല, താനിപ്പോ എന്തിനാ എന്റെ പുറകെ വരുന്നേ? ആ അത് പിന്നെ നീ എങ്ങോട്ടാ? ഞാനോ? ഞാൻ ലൈബ്രറിയിലോട്ടോ. ആ ഞാനും അങ്ങോട്ടാ. എന്നാ പിന്നെ വേഗം നടക്ക്. ഈ ബുക്ക് എന്തിനാ ഇത്ര ഹൈറ്റ് കൊണ്ടുപോയി വെച്ചേക്കുന്നേ? എനിക്കാണെങ്കിൽ എത്തൊന്നുമില്ലല്ലോ. ഇതാ ബുക്ക്. താൻ എത്ര ചാടിയാലും ആ ബുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് തനിക്ക് തന്നെ അറിയാലോ. അതിനെന്തിനാ നീ എനിക്ക് ബുക്ക് എടുത്തു തരുന്നത്? എനിക്ക് എടുക്കാനൊക്കെ അറിയാം. ഓ, ഇപ്പൊ എടുത്തതായോ തെറ്റ്? എന്നാ ശരി, ഇതാ അവിടെ തന്നെ വെച്ചോളോ. വേണ്ട, എന്തായാലും എടുത്തതല്ലേ, അതിങ്ങ് തന്നേര്. താനല്ലേ എനിക്ക് എടുക്കാൻ അറിയാന്ന് പറഞ്ഞേ, എന്നാ പിന്നെ ഒന്ന് എടുത്തു കാണിക്ക്. ഓ വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. എനിക്കും അറിയാം എടുക്കാനൊക്കെ. എന്നാ പിന്നെ ഒന്ന് എടുക്ക്, ഞാനൊന്ന് കാണട്ടെ. ഏത് നേരത്താണാവോ എനിക്ക് എടുക്കാനൊക്കെ അറിയാന്ന് പറഞ്ഞു പോയെ. ഇതാണെങ്കിൽ എനിക്ക് എത്തൊന്നും ഇല്ലല്ലോ. അയ്യോ ഏലിയ, സൂക്ഷിച്ച്. താനിനി എത്ര കിടന്ന് ചാടിയാലും അത്രേ ഹൈറ്റിൽ നിൽക്കുന്ന ബുക്ക് തന്നെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഓ, അത്രയ്ക്കൊക്കെ കളിയാക്കൊന്നും വേണ്ട. നിനക്ക് കുറച്ച് പൊക്കം ഉണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ആ അതെ, അത് ശരിയാ. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം ആ ബുക്ക് എടുത്തു വന്നത്. അപ്പൊ താൻ തന്നെയല്ലേ പറഞ്ഞേ എനിക്ക് എടുക്കാൻ അറിയാം, ഞാൻ എടുത്തോളാം എന്നൊക്കെ. ആ അത് വിട്, നീ എനിക്ക് ആ ബുക്കൊന്ന് എടുത്തു തരാവോ? ഇതാ. ഞാൻ പോവാ. പോവല്ലേ, നിക്ക്. എന്താ? നിക്ക്, ഞാനും കൂടി വരാം. എന്താ ഒന്നും മിണ്ടാത്തെ? കളിപ്പിലാണോ? അതെ, നിനക്ക് മാത്രമല്ല എനിക്കും കളിപ്പാവാനൊക്കെ അറിയാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഓ, അപ്പൊ അതെന്നെ അറിയിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ ഇങ്ങനെ ചൂടാവുന്നേ? അതെ, അതിനു വേണ്ടി തന്നെയാ. അല്ല, അതിനിപ്പോ എന്താ? ഒന്നുമില്ല, താ നടക്ക്. അയ്യോ സാറ് എന്താ? എന്തിനിപ്പോ ഇവിടേക്ക് വന്നേ? മിണ്ടല്ലേ. എന്താ എന്താ കാര്യം പറ. അവിടെ സാറുണ്ട്. അലക്സ്, നീ ഇങ്ങനെ അടുത്തോട്ടേക്ക് വരല്ലേ? എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. എന്താടോ, തനിക്ക് പേടിയാവുന്നുണ്ടോ? എനിക്ക് പേടിയല്ല, പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് ഒക്കെ റേസ് ആവുന്ന പോലെ. അതെന്താ, ഞാൻ അടുത്തേക്ക് വരുമ്പോഴാണോ? അറിയില്ല, നീ മാറി നിക്ക്. വെയിറ്റ്, ഞാനത് സാറ് പോയെന്ന് നോക്കട്ടെ. സാറ് പോയെന്ന് തോന്നുന്നു, വാ. അല്ല, നീ എന്തിനാ സാറെ കണ്ടപ്പോ പെട്ടെന്ന് മാറി നിന്നേ? ബെസ്റ്റ്, ഞാൻ ബെല്ലടിച്ച് കഴിഞ്ഞിട്ടാ ബുക്ക് വെക്കാൻ വേണ്ടി ലൈബ്രറിയിലേക്ക് പോയത്. അപ്പല്ലേ താനും എന്റെ പുറകെ വന്നേ? ഞാൻ പുറകെ വന്നതൊന്നല്ല, എനിക്കൊരു ബുക്ക് എടുക്കണമായിരുന്നു, അതുകൊണ്ട് വന്നതാ. എന്നാ ശരി, വാ പോവാം. ഇനിയൊരു ലേറ്റ് ആയ പിന്നെ തനിക്ക് അറിയാലോ. അറിയാം, വാ പോവാം. എന്താ ഇത്, ഒരു ബസ് പോലും ഇല്ലല്ലോ. എത്ര നേരമായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്താ മോളെ ഈ നേരത്തെ ഇവിടെ ഒറ്റക്ക് പരിപാടി? കണ്ടിട്ടെന്ന് തോന്നുന്നേ. ഓഹോ, ബസ്സിന് വെയിറ്റ് ചെയ്ത് നിക്കുവായിരിക്കും. ഓ, ഇയാളിപ്പോ ആരാണാവോ? വലിയ ശല്യായല്ലോ. 5 മണിക്ക് ശേഷം ബസ് സമരാന്നുള്ള കാര്യം മോക്ക് അറിയില്ലായിരുന്നോ? അതെപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മോള് പേടിക്കണ്ട, മോളെ ചേട്ടൻ കൊണ്ടാക്കി തരാം. വേണ്ട, എനിക്ക് തനിയെ പോവാനൊക്കെ അറിയാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ?
പിന്നെന്തിനാ ചേട്ടൻ ഇവിടേക്ക് വന്നേക്കുന്നേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒന്ന് പോയി തരാവോ? മോളെന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? മോളെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ. ദേ, വേണ്ട, എന്റെ അടുത്തോട്ടേക്ക് വരരുത് പ്ലീസ്. എന്റെ അടുത്തോട്ടേക്ക് വരരുത്, മാറിപ്പോ. ഏയ് മോള് പേടിക്കണ്ട, ചേട്ടൻ മോളെ ഉപദ്രവിക്കത്തൊന്നുമില്ല, സ്നേഹിക്കത്തേ ഉള്ളൂ. വേണ്ട, എന്റെ അടുത്തോട്ടേക്ക് വരണ്ട. തന്നോടല്ലേ പറഞ്ഞേ അടുത്തേക്ക് വരരുതെന്ന്? ആ, നീ എന്നെ തല്ലിയല്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ അടുത്തേക്ക് വരരുതെന്ന്? ഇതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടാതെ മോളെ വിടുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? ഇത് എന്റെ കൈ വിട്. എനിക്ക് വേദന എടുക്കുന്നുണ്ട്. എന്റെ കൈന്ന് വിട്. ഇല്ലെങ്കിൽ മോളെ എന്ത് ചെയ്യും? വേണ്ട, ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തേ? എന്നെ വെറുതെ വിട്ടേക്ക്. നീ എന്നെ തല്ലിയതും പോരാ, ഞാൻ നിന്നെ വെറുതെ വിടണം അല്ലേ? പ്ലീസ്, എന്നൊന്നും ചെയ്യരുത്. എനിക്ക് വീട്ടിൽ പോണം. മോളെന്തായാലും ചേട്ടൻ വീട്ടിലേക്ക് വിടും, പക്ഷേ അതിന് ചേട്ടൻ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ? എന്താടാ നിനക്ക് അവളെ വിട്ടാല്? അലക്സ്, നീ ഏതാടാ കൊച്ചേർക്കാ? പോയെ നിന്റെ പാട് നോക്കി പോയെ. അങ്ങനെ ഇവളെ ഇവിടെ ഇങ്ങനെ ഒറ്റക്കാക്കി എനിക്ക് പോവാൻ പറ്റില്ലല്ലോ ചേട്ടാ. ഓഹോ, അപ്പൊ ഇവളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാല്ലേ? അതെ, അതിനു വേണ്ടി തന്നെ വന്നതാ. എന്തേ? മോനധികം ബുദ്ധിമുട്ടണ്ട, ഇവളുടെ കാര്യേ ഞാൻ നോക്കിക്കോളാം. മോൻ വേഗം സ്ഥലം വിടാൻ നോക്ക്. ആ, ഞാൻ പോയിക്കോളാം ചേട്ടാ, ബട്ട് ഞാൻ പോവാണെങ്കിൽ ഇവളെയും കൊണ്ടേ പോവൂ. ഓഹോ, അങ്ങനെയാണോ? എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. ചേട്ടന് ധൈര്യം ഉണ്ടെങ്കിൽ ചേട്ടൻ ഇവളൊന്ന് തൊട്ട് നോക്ക്. അലക്സ്, ഇതൊന്നും വേണ്ട. എനിക്ക് പേടിയാവുന്നുണ്ട്. താൻ പേടിക്കണ്ടടോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏയ് വേണ്ട അലക്സ്, വിട്ടേക്ക്. എനിക്കെന്തോ നല്ല പേടിയാവുന്നുണ്ട്. ഏയ് താൻ പേടിക്കണ്ട, ഇവിടെ തന്നെ നിക്ക്. ഇതെനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന കാര്യമുള്ളൂ. എന്താ മോളെ നീ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നേ? പുറത്തോട്ട് വാന്നേ. ആ, അലക്സ്, സൂക്ഷിച്ച്. ഏയ് താനെന്തിനാ കരയുന്നേ? അലക്സ്, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ഏയ് എന്തിനാ താൻ പേടിക്കുന്നേ? അത് പിന്നെ നീ ഇപ്പോ വന്നില്ലായിരുന്നേ, അവരെന്നെ. അയ്യേ, അതോർത്തിട്ടാണ് താനിപ്പോ കരയുന്നേ? പക്ഷെ കരയാതിരിക്കേ. എന്നാലും എനിക്കെന്തോ. ഏയ് താൻ കരയാതിരിക്കേ, തന്റെ കൂടെ ഇപ്പോ ഞാനില്ലേ? ഇപ്പല്ല, എപ്പോഴും നീ എന്റെ കൂടെ വേണമെന്ന എന്റെ ആഗ്രഹം. ആ, എന്താ നീ ഇപ്പൊ പറഞ്ഞേ? അതെ അലക്സ്, ഞാൻ പറഞ്ഞത് സത്യമാ. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം. അതെനിക്ക് നിന്നോട് ഇപ്പൊ ഇങ്ങനെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ. താനത് എന്നോട് ഇപ്പൊ എങ്കിലും പറഞ്ഞല്ലോ, മതി, അത് മതി എനിക്ക്. ലിയ, താനീ പറയുന്നതൊക്കെ സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദ്യം നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം. നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ ടൈമും എനിക്ക് ഭയങ്കര സ്പെഷ്യലാ. എന്താ താൻ ഇത്രയും കാലം അതെന്നോട് പറയാതിരുന്നേ? ഞാനത് നിന്നോട് പറഞ്ഞ നീ അത് ഏത് രീതിയിൽ എടുക്കും? ചിലപ്പോ നിനക്കെന്നെ ഒട്ടും ഇഷ്ടമല്ലെങ്കിലും എന്തൊക്കെ ഓർത്തിട്ടാ ഞാൻ പറയാതിരുന്നത്. പിന്നെങ്ങനെയാ താനിപ്പോ പറഞ്ഞേ?
സത്യം പറഞ്ഞ എന്റെ ഉള്ളിൽ ഇഷ്ടം ലവ് ആണോന്ന് എനിക്ക് വരെ കൺഫേം ആയിട്ടില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് അതൊന്ന് കൺഫേം ആയി. അതുകൊണ്ട് ഇപ്പെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നീ എന്താ അലക്സ് ഒന്നും പറയാതെ? നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ നീ അത് പറഞ്ഞോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതേ ആരാ ഇഷ്ടമല്ലാന്ന് പറഞ്ഞേ? എന്ന് വെച്ചാ എനിക്കും തന്നെ ഇഷ്ടമാ. ബട്ട് എന്താ? ബട്ട് നമുക്കിപ്പോ ഒരു ഗുഡ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ കാരണം തനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവൂടോ. താൻ കൂടി എന്റെ ലൈഫിലോട്ട് വന്നാ താൻ ഒട്ടും ഹാപ്പി ആയിട്ടിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോവാം. ഇല്ല അലക്സ്, എനിക്കെന്ത് പ്രോബ്ലം ആവാനാ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനൊരു അൺലക്കി പേഴ്സൺ ആടോ. എന്റെ ലൈഫില് ഞാൻ ഒട്ടും ഹാപ്പി അല്ല. എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ താൻ എന്റെ ലൈഫിൽ വന്നാല് അത് തനിക്കും അതൊരു വലിയ പ്രോബ്ലം ആവും. അതുകൊണ്ട് താൻ ഹാപ്പി ആയിട്ടിരിക്ക്. നമുക്ക് എപ്പോഴും നല്ലൊരു ഗുഡ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ഇല്ല അലക്സ്, എനിക്ക് നിന്നെ വേണം. എന്ത് പ്രോബ്ലം വന്നാലും അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം അലക്സ്. ആ ഇഷ്ടം എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. ലിയ, താൻ എന്തായി കാണിക്കുന്നേ? താൻ കരയാതിരിക്കേ. പ്ലീസ് അലക്സ്, എന്നോട് ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. ഇനി ഇഷ്ടം ഒരിക്കലും പോവത്തില്ല. പ്ലീസ് ലിയ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. താൻ കൂടി എന്റെ ലൈഫിലോട്ട് വന്ന താൻ ഒട്ടും ഹാപ്പി ആയിട്ടിരിക്കില്ല. താൻ എപ്പോഴും ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. മതി, നീ ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ പൊക്കോളാം. ലിയ, താനിതെങ്ങോട്ടാ? ഞാൻ വീട്ടിലോട്ടാ. നിക്ക്, ഞാനും കൂടി വരാം. വേണ്ട. നീ എന്തിനാ എന്റെ കാര്യം ഓർത്ത് പേടിക്കുന്നേ? എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ലിയ, താനെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാനെന്താ പറയണ്ടേ? നിനക്കെന്നോട് ഒരു ഫീലിങ്സ് ഇല്ലല്ലോ. പിന്നെ ഞാനെന്താ പറയണ്ടേ? നീ തന്നെ പറ. താനിങ്ങനെ കരയല്ലേ? താൻ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. ഞാനെന്തിനാ കരയുന്നത്? എന്നാ ശരി, ഞാൻ പോവാ. ലിയ, നിക്ക്. ഇവളെന്താ ഇങ്ങനെ? ഇവക്കെന്താ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവാത്തെ? എന്റെ ലൈഫിലെ ഈ സിറ്റുവേഷൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അവളെ റിജക്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ബട്ട് അവളെ ഇഷ്ടമെന്ന് പറയാനും തോന്നുന്നില്ല. ഞാൻ എങ്ങനെയാ അവളോട് എനിക്ക് അവളെ ഇഷ്ടമെന്ന് പറയുന്നേ? അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് അവൾക്ക് തന്നെ വലിയൊരു പ്രോബ്ലമായി മാറിയ പിന്നെ അതിന് ഞാൻ തന്നെ കിടന്ന് വിഷമിക്കേണ്ടി വരും. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അലക്സ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ എന്നെ ഇങ്ങനെ റിജക്റ്റ് ചെയ്യുമെന്ന്. നിന്റെ ലൈഫിൽ എന്ത് പ്രോബ്ലംസ് എത്രമാത്രം ഉള്ളത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിനക്കത് എന്നോട് പറഞ്ഞുവിടെ. ഞാൻ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നത് നിനക്കറിയോ? നിന്റെ ഓരോ നോട്ടത്തിലും ഓരോ ചിരിയും ഞാൻ വിചാരിച്ചത് നിനക്ക് എന്നെ ഇഷ്ടമായിരിക്കുന്നു. ബട്ട് നീ ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവളെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഒന്ന് മെസ്സേജ് അയച്ച് നോക്കാം. മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ നോക്കൊന്നുമില്ലല്ലോ. ഇവള് സേഫ് ആയിട്ട് വീട്ടിലെത്തിയോന്ന് ഇപ്പൊ ഇങ്ങനെ ഞാൻ അറിയാ? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം. അതെനിക്ക് നിന്നോട് ഇപ്പൊ ഇങ്ങനെ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇല്ല അലക്സ്, എനിക്ക് നിന്നെ വേണം. എന്ത് പ്രോബ്ലം വന്നാലും അത് ഞാൻ നോക്കിക്കോളാം.
ആ ഇഷ്ടം. എനിക്കറിയാം തനിക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് താൻ എൻ്റെ ലൈഫിൽ വന്നാൽ താൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്നെ സ്നേഹിച്ചവരൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. താനും കൂടി എൻ്റെ ലൈഫിലോട്ട് വന്ന് തന്നെയും കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ.